DCB മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടിയായിരുന്നു പാചക ഗ്യാസ് വാങ്ങുമ്പോൾ ലഭിക്കുന്ന സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സർക്കാർ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ വാങ്ങിയവർക്കൊന്നും സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിൽ വന്നിരുന്നില്ല. എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാസങ്ങളിലെ സബ്സിഡി തുക അക്കൗണ്ടിൽ വരാതിരുന്നതെന്നും ഇനി എന്നാണ് സബ്സിഡി തുക ലഭിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു. പെട്രോൾ, ഡീസൽ വിലകൾ ക്രൂഡ് ഓയിലിൻ്റെ അന്താരാഷ്ട്ര വില മാറുന്നതനുസരിച്ച് പ്രതിദിനം മാറുന്ന രീതിയിലാണിപ്പോൾ. എന്നാൽ സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും താൽപ്പര്യം കണക്കിലെടുത്ത് പാചകവാതകത്തിന് സർക്കാർ തുടർന്നും സബ്സിഡി നൽകി പോരുകയായിരുന്നു. എങ്കിലും അന്താരാഷ്ട്ര വിലയോട് യോജിക്കുന്ന വില നിലവാരത്തിനായി പാചകവാതക വില സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തുന്നുണ്ടായിരുന്നു. 2019 ജൂലൈ മുതൽ 2020 ജൂലൈ വരെ 14.2 കിലോഗ്രാം സബ്സിഡി ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറിന് സർക്കാർ 100 രൂപയോളം കൂട്ടുകയുണ്ടായി. ഇതോടൊപ്പം കോവിഡ് മഹാമാരിയെ തുടർന്ന് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ, ഗ്യാസ് വിലകൾ എന്നിവ താഴുകയും ചെയ്തു. അതോടെ അന്താരാഷ്ട്ര വിലയും ഇന്ത്യയുടെ വിലയും ഒരേ നിലവാരത്തിലെത്തി. ഇതോടെയാണ് സർക്കാർ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്ക് സബ്സിഡി നൽകുന്നത് നിർത്തിയത്. ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്ക് സർക്കാർ ഈ പ്രതിസന്ധി കാലത്ത് 6 സൗജന്യ സിലിണ്ടറുകൾ നൽകിയിരുന്നു. സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശ്വാസമായിരുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി പ്രകാരമുള്ള സബ്സിഡി വിതരണം 4 മാസം മുൻപാണ് കേന്ദ്രം നിർത്തലാക്കിയത്. ആഗോള വിപണിയിൽ എണ്ണവില താഴ്ന്നതോടെയാണിത്. ഒക്ടോബറോടെ എണ്ണവില ഉയരുമെന്നാണ് സൂചന. വടക്കൻ സംസ്ഥാനങ്ങളിൽ ശീതകാലം തുടങ്ങുന്നതോടെ പാചകവാതക ഉപയോഗം കൂടുകയും വില കൂടുകയും ചെയ്യും. എണ്ണവില കൂടുന്നതോടെ നിർത്തലാക്കിയ സബ്സിഡി പുനഃസ്ഥാപിക്കുവാൻ ധാരണയായിട്ടുണ്ടെന്ന് ഭാരത് ഗ്യാസ് കേരള മേഖലാ മാനേജർ ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സബ്സിഡി ഒഴിവാക്കിയതോടെ 20,000 കോടി രൂപയാണ് സർക്കാരിന് ലാഭം. ഈ തുക സർക്കാർ കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. രാജ്യത്ത് 26 കോടിയോളം ഉപഭോക്താക്കൾക്കാണ് പാചകവാതക സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്നത്. ഒക്ടോബർ മാസം മുതലായിരിക്കും ഇവർക്കിനി സബ്സിഡി തുക ലഭ്യമായി തുടങ്ങുക. LPG ഗ്യാസ് സബ്സിഡി മാസങ്ങളായി അക്കൗണ്ടിൽ വരാതിരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.